സ്നേഹക്കൂട്ട് പുത്തൻ പ്രമോയിൽ നമ്മുടെ നിഖിലയുടെയും അച്ചുവിൻ്റെയും കല്യാണം ആലോചന തന്നെയായിട്ട് കാണുവാൻ സാധിക്കും. ഇപ്പോൾ രണ്ട് കുടുംബങ്ങൾക്കും സമ്മതമൊക്കെ. അപ്പം നമ്മുടെ പൂർണിമ അമ്മയും പ്രതാപനും കൂടി കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ നിഖിലിൻ്റെ അച്ഛന് ഇതിൽ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എന്താ പറയുക, നിഖിലിൻ്റെ ആൻറ്റി, അതായത് നമ്മുടെ പ്രതാപൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ കാര്യം വിട്ടേക്ക്, ഞാനത് സമ്മതിപ്പിച്ചോളാം, ഞാൻ ഈ കല്യാണം നല്ലോണം നടത്തും. അച്ചുവിന് എന്തായാലും സമ്മതമാണ്, അച്ചു നിന്നെ കെട്ടാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായാലും ആരൊക്കെ തടസ്സം നിന്നാലും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ പല്ലവിയും സേതുവും കണ്ടുമുട്ടുന്നൊരു രംഗങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സേതുവിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ പല്ലവി അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞൊരു നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പല്ലവിയുടെ അനിയത്തി ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ഇന്ദ്രൻ്റെ അനിയൻ ഇങ്ങനെ വണ്ടി ഇടിച്ചിടുകയും ശേഷം അവരിങ്ങനെ എന്താ പറയുക, ഇന്ദ്രൻ്റെ അനിയൻ വന്ന് നമ്മുടെ പല്ലവിയുടെ അനിയത്തി എഴുന്നേൽപ്പിക്കുകയും പിന്നെ അവർ തമ്മിൽ അനിയത്തി പറയുന്നുണ്ട് നമ്മുടെ ഇന്ദ്രൻ്റെ അനിയനോട്, നിങ്ങൾ എപ്പോഴും ഞങ്ങളെ ദ്രോഹിക്കാൻ തന്നെയാണല്ലോ വഴി എന്നൊക്കെ പറയാം, നിങ്ങൾക്ക് ഇത് തന്നെയുള്ളൂ പണി, ഞങ്ങളുടെ കുടുംബത്തെയും വെറുതെ വിടില്ലേ എന്നൊക്കെ ചോദിച്ച് ആ പെണ്ണ് കിടന്ന് ചൂടാവുന്നുണ്ട് കേട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ്റെ അനിയൻ ആ ഒരു എന്താ പറയുക, പല്ലവിയുടെ പെങ്ങളോട് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങുന്നൊരു ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ പല്ലവിയെ കൊണ്ടേ പോകൂ, പല്ലവിനെ തിരിച്ച് ജീവിതത്തിൽ വന്നാൽ അവൾ ജീവനോടെ എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞ ഇന്ദ്രൻ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ആലോചനയിലും തീരുമാനങ്ങളിലും ആട്ടോ നമ്മുടെ ഇന്ദ്രൻ. അപ്പോൾ എന്തായാലും ഒരു ചൂട് പിടിപ്പിക്കുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാട്ടോ നമ്മുടെ സ്നേഹക്കൂട്ടിൽ വരാൻ പോകുന്നത്. ഈ ഒരു കല്യാണത്തിൻ്റെ പിന്നിലെ ചതി നമ്മുടെ സേതുവിന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.